ഹലോ എവരിവൺ. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുകയാണ്. വിംബിൾ അക്കാദമിയുടെ കീഴിലായിട്ട് സംഘടിപ്പിച്ചു വരുന്ന വെബിനാറുകളുടെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ വീണ്ടും ഒത്തുകൂടിയിരിക്കുകയാണ്. നോളജുകൾ ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ നമ്മൾ നല്ല സ്കിൽഡ് ആവുക. മെന്റൽ ഹെൽത്ത് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അറിയാനുണ്ട്, പഠിക്കാനുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന ഒരു ഹബ്ബ്, ഒരു നോളജ് ഷെയറിംഗ് ഹബ്ബ് എന്നുള്ള രൂപത്തിലാണ് ഓരോ ദിവസവും വ്യത്യസ്തമായിട്ടുള്ള ഫാക്കൽറ്റികൾ നിങ്ങളെ വന്ന് കാണുകയും അവരിലുള്ള അറിവുകളെ നിങ്ങളിലേക്ക് പകർന്നു തരികയും ചെയ്യുന്നത്. ആ രീതിയിൽ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഹീലിംഗ് അറ്റ് യുവർ ഫിംഗർ ടിപ്സ് എന്ന് പറയുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു ടോപ്പിക്കിനെ അധികരിച്ചുകൊണ്ടാണ് ഇന്നത്തെ ചർച്ച നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ ചർച്ചയെ ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഫാക്കൽറ്റി സ്റ്റെഫി അനക മാം സർട്ടിഫൈഡ് മെഡിറ്റേഷൻ ട്രെയിനർ ആണ്, ഹോളിസ്റ്റിക് ഹീലർ ആണ്. വിംബിൾ അക്കാദമിയിൽ ഹീൽ ദ ഹീലർ എന്ന് പറയുന്ന ഒരു ചക്ര ബേസ്ഡ് മെഡിറ്റേഷൻ കോഴ്സ് ഓൾറെഡി മാം നടത്തി വരുന്നു. അതിൻ്റെ ഒരു ഫസ്റ്റ് ബാച്ച് കഴിഞ്ഞു. അതിലെ പാർട്ടിസിപ്പൻസ് ഒക്കെ ഇവിടെയുണ്ട്. അതിൻ്റെ കമ്മിങ് നെക്സ്റ്റ് ബാച്ചുകളൊക്കെ നമ്മൾ ഇനി ഉണ്ടാകും. സ്റ്റെഫി മാം നേരത്തെ 2 or 3 ഫ്രീ വെബിനാറുകൾ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ മോർണിംഗ് സെഷനുകളിൽ മെഡിറ്റേഷനും അതേപോലെ തന്നെ അതിനോടനുബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടത്തി വരികയാണ്. അപ്പോൾ ഹീലിംഗ് അറ്റ് യുവർ ഫിംഗർ ടിപ്സ് എന്നുള്ള ഒരു മനോഹരമായിട്ടുള്ള ടോപ്പിക് ഇവിടെ ആരംഭിക്കുകയാണ്. ഈ ഒരു സെഷനിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട എല്ലാ ലേണേഴ്സിനെയും ഈ ഒരു വെബിനാറിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ ഒരു സെഷൻ ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബഹുമാന്യായിട്ടുള്ള ഫാക്കൽറ്റി സ്റ്റെഫി മാമിനെ വളരെ സ്നേഹത്തോടെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. ഫൈസൽ സാറിന് എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയാണ്. അതുപോലെ ഈ ഒരു ക്ലാസ്സിലേക്ക് എത്തിയിട്ടുള്ള എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഈ ഒരു സമയം ഈ ഒരു ക്ലാസ്സിലേക്ക് എത്തിയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദിയും അതുപോലെ സ്നേഹവും അറിയിക്കുകയാണ്. അപ്പോൾ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് സ്റ്റെഫി എന്നാണ്. ആൻഡ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിലാണ്. ഇപ്പോൾ ഒരു സർട്ടിഫൈഡ് മെഡിറ്റേഷൻ ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാനൊരു EFT പ്രാക്ടീഷണർ ആണ്. കൂടാതെ ഒരു ന്യൂട്രീഷണൽ കൺസൾട്ടന്റ് ആണ്. അതിനുപരി നമ്മുടെ വിംബിൾ അക്കാദമിയിൽ 19th ബാച്ചിൽ ഒരു ട്രെയിനർ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ സർ പറഞ്ഞതുപോലെ ഹീൽ ദ ഹീലർ എന്ന് പറഞ്ഞ ഒരു മെഡിറ്റേഷൻ ബേസ്ഡ് ചക്ര ബേസ്ഡ് മെഡിറ്റേഷൻ കോഴ്സ് കണ്ടക്ട് ചെയ്ത് വരികയാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു 1 hour നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഹീലിംഗ് അറ്റ് യുവർ ഫിംഗർ ടിപ്സ് എന്നുള്ളതാണ്. മാക്സിമം വീഡിയോസ് ഒക്കെ ഓൺ ചെയ്തിരിക്കാൻ പറ്റുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് പേരെങ്കിലും കണ്ടുകൊണ്ട് സംസാരിക്കായിരുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ ഈ ഹീലിംഗ് അറ്റ് യുവർ ഫിംഗർ ടിപ്സ് ആ ഒരു പേരിൽ തന്നെ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധ്യതയുണ്ട്. ഈ ഫിംഗർ ടിപ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരു ഹീലിംഗ് മൊഡാലിറ്റി ഓർമ്മ വരും. ഏതാണ് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? കേട്ടിട്ടുണ്ടോ? വിത്തൗട്ട് ഫിംഗർ ടിപ്സ്, EFT എന്ന് കേട്ടിട്ടുണ്ടോ? ഇമോഷണൽ ഫ്രീഡം ടെക്നിക് കേട്ടിട്ടുണ്ടോ? ഓക്കെ, ഫൈൻ. എനിവേ കേട്ടിട്ടുണ്ടല്ലേ? ഓക്കെ, ഫൈൻ. എനിവേ നമ്മൾ നമ്മുടെ ടോപ്പിക്കിനെ ഒന്ന് ചെറുതായിട്ട് ബ്രേക്ക് ചെയ്തിട്ട് സംസാരിക്കാന്നാണ് ആഗ്രഹിക്കുന്നത്. അതായത് ഹീലിംഗ് അറ്റ് യുവർ ഫിംഗർ ടിപ്സ് എന്നല്ലേ. അപ്പൊ ഹീലിംഗിനെ പറ്റിയിട്ട് തന്നെ പറഞ്ഞു തുടങ്ങാം. എന്താണ് ഹീലിംഗ്, അല്ലെങ്കിൽ ആ ഒരു വാക്കുകൊണ്ട് എന്താണ് ആക്ച്വലി ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ ഓരോരുത്തരിലും ഇൻബോൺ ആയിട്ട് ഒരു ടാലന്റ് ഉണ്ട്, ഒരു സൂപ്പർ പവർ ഉണ്ട്. ആ ഒരു ഇൻബോൺ ടാലന്റ് ആണ് സെൽഫ് ഹീലിംഗ് മെക്കാനിസം എന്ന് പറയും, അല്ലെങ്കിൽ സെൽഫ് ഹീലിംഗ് കപ്പാസിറ്റി എന്ന് പറയും. ആ ഒരു ഇന്നർ പവറിന് നമ്മുടെ ബോഡിയെയും മൈൻഡിനെയും അതുപോലെ സോളിനെയും ഹീൽ ചെയ്യാനുള്ള ഒരു പവർ ഉണ്ട് എന്നാണ് പറയുന്നത്. സോ അങ്ങനെയാണെങ്കിലും ചില റീസൺസ് കൊണ്ട് നമ്മുടെ ഈ ഒരു ഹീലിംഗ് കപ്പാസിറ്റി നമുക്ക് നഷ്ടപ്പെട്ടോ കുറഞ്ഞു പോയിരിക്കുന്നതോ ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും.
നമുക്കറിയാമല്ല, ഇപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഫിസിക്കൽ ഹെൽത്തിലാണെങ്കിലും ഇമോഷണൽ ഹെൽത്തിലാണെങ്കിലും ഒക്കെ തന്നെ നമ്മൾ ഒത്തിരി അധികം ടയേർഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. നമ്മുടെ ബോഡിയുടെ ആ ഒരു സെൽഫ് ഹീലിംഗ് മെക്കാനിസം പതുക്കെ ഇനാക്ടിവേറ്റ് ആകുന്നുണ്ടോ എന്നൊരു സംശയം അല്ലെ. അപ്പോൾ എന്താണ് നമ്മുടെ ഈ ഒരു ജേണിയിൽ ഹീലിംഗിന്റെ പ്രാധാന്യം എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനു മുന്നേ നമുക്ക് എല്ലാവർക്കും ലൈഫിൽ സക്സസ് ആകണം എന്ന് ആഗ്രഹം ഉണ്ടാവും അല്ലെ. ജീവിതത്തിൽ വിജയത്തിൽ എത്തണം എന്ന് ചിന്തിക്കാത്ത ആരും തന്നെ ഉണ്ടാവില്ല. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മേഖലയിലെങ്കിലും മുന്നേറണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാരായിരിക്കും നമ്മൾ എല്ലാവരും. അപ്പോ വിജയത്തില് അല്ലെങ്കിൽ അതിനു വേണ്ടി പ്രയത്നിച്ചു തുടങ്ങുന്ന സമയത്ത് നമുക്ക് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ പറയുന്ന കാര്യമാണ് അല്ലെ, നമ്മുടെ വിജയത്തിന് തടസ്സമായി നിൽക്കുന്നത് എപ്പോഴും നമ്മൾ തന്നെയാണ്, നമ്മുടെ ചിന്തകളാണ്, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള പല വികാരങ്ങളും വിചാരങ്ങളുമാണെന്ന് പറയാറുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ഒരു സക്സസ് ജേണിയിൽ ഹീലിംഗിന്റെ പ്രാധാന്യം എന്താണ്, അതുപോലെ ഹീലിംഗിൽ EFTയുടെ പ്രാധാന്യം എന്താണ് എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അതുപോലെ സക്സസിനെ പറ്റി പറയുമ്പോൾ അല്ലെങ്കിൽ വിജയിക്കണം, വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇപ്പൊ വളരെ കോമൺ ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ടേം ഉണ്ട്, മാനിഫെസ്റ്റേഷൻ. കേട്ടിട്ടുണ്ടാവും അല്ലെ? മാനിഫെസ്റ്റേഷൻ എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ടോ? ഇപ്പൊ വളരെ കോമൺ ആയിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മാനിഫെസ്റ്റേഷൻ, ലോ ഓഫ് അട്രാക്ഷൻ, എനർജി ഫ്രീക്വൻസി. ശരിക്കും ഇതൊക്കെ വർക്കിംഗ് ആണോ? ഇസ് ഇറ്റ് റിയലി മാനിഫെസ്റ്റേഷൻ ഈസ് വർക്കിംഗ്? അതോ സ്പിരിച്വൽ ട്രെയിനേഴ്സ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള ട്രെയിനേഴ്സ്, കോച്ചസ് ഒക്കെ വെറുതെ പറഞ്ഞ് ആൾക്കാർക്ക് മിസ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണോ? അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടോ? നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പല റീൽസ് കാണുമ്പോൾ അതിനെ ഒപ്പോസ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ടാവും, സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ടാവും അല്ലെ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്. മാനിഫെസ്റ്റേഷൻ വർക്കിംഗ് ആണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടോ? അറിയില്ല. ഓക്കെ. അപ്പം സ്പിരിച്വൽ ട്രെയിനേഴ്സ് പല ആൾക്കാരും മിസ്ലീഡ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു. എല്ലാ ട്രെയിനേഴ്സിന്റെ കാര്യവും എനിക്കറിയില്ല, എല്ലാവരും ഒക്കെയാണ് ഒരുപോലെയാണ് എന്നുള്ള പക്ഷവും എനിക്കില്ല. പക്ഷേ നമ്മുടെ മുന്നിൽ വരുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ട് മാറ്റങ്ങൾ വരുത്തി കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു ട്രെയിനറും, പാഷനേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഏതൊരു കോച്ചിനും എന്താണ്, അവരുടെ മനസ്സിൽ കൃത്യമായിട്ടൊരു ഉദ്ദേശം ഉണ്ടാവും. ആ ഒരു ഡെഡിക്കേഷനും ആ ഒരു പാഷനും ഒക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ ഗൈഡൻസ് സപ്പോർട്ടിലൂടെ ഈ പറയുന്ന മാനിഫെസ്റ്റേഷൻ ആണെങ്കിലും ഗോൾ ഓറിയന്റഡ് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ മാനിഫെസ്റ്റേഷൻ വർക്കിംഗ് ആണോ എന്ന് നമുക്കറിയണമെങ്കിൽ കൃത്യമായി അത് ചെയ്തു തരാൻ പറ്റുന്ന ഒരു കോച്ചിന്റെ അടുത്ത് നമ്മൾ എത്തിപ്പെടണം അല്ലെ. ഇല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻസ് വരും. ഓക്കെ, എപ്പോഴാണ് നമ്മൾ ഈ മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ മെഡിറ്റേഷൻ, മൈൻഡ്ഫുൾനെസ് അല്ലെങ്കിൽ ഹീലിംഗിലെ പല മൊഡാലിറ്റീസ്, കോച്ചിങ്, ട്രെയിനിങ്, സൈക്കോളജി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ, ഇതൊക്കെ നമ്മൾ എപ്പോഴാണ് അറ്റൻഡ് ചെയ്യാനായിട്ട് തുടങ്ങുന്നത്? അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കും നമ്മൾ ഇതിനൊക്കെ തിരഞ്ഞു പോകുന്നത്? എപ്പോഴാണ് നമ്മൾ അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ തിരഞ്ഞു തുടങ്ങുന്നത്? നമ്മുടെ ലൈഫിൽ ഒരു മാറ്റം വേണമെന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു തുടങ്ങുമ്പോഴല്ലേ, ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരണം എന്ന് നമ്മുടെ മനസ്സിൽ ഒരു തോട്ട് വരുമ്പോഴാണ് നമ്മൾ ഇതിനെപ്പറ്റി ചിന്തിച്ചു തുടങ്ങുക. അപ്പോൾ എന്താണ് നമ്മൾ ഈ ഉദ്ദേശിക്കുന്ന മാറ്റം? ജീവിതത്തിന്റെ വ്യത്യസ്തമായിട്ടുള്ള മേഖലകൾ അല്ലെ, ആരോഗ്യം, സമ്പത്ത്, അതുപോലെ ബന്ധങ്ങള്, ജോലി, കരിയർ, ഇതൊക്കെയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്ന് ഒരു മാറ്റം അല്ലെ. അപ്പോ ഈ ഒരു മാറ്റം എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ മാനിഫെസ്റ്റേഷനിലൂടെ എക്സ്പെക്ട് ചെയ്യുന്ന ഔട്ട്കം അല്ലെ. ഈ ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുന്ന അല്ലെ, ആഗ്രഹിക്കുന്നത് എന്താണ്? നമ്മുടെ ഇപ്പോൾ ഉള്ള അവസ്ഥയിൽ നിന്ന് നമുക്കൊരു ഗ്രോത്ത്. ഇപ്പൊ നമ്മൾ ഒരു ഇന്റൻഷൻ സെറ്റ് ചെയ്തു, മാനിഫെസ്റ്റേഷൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ്. അങ്ങനെയെങ്കിൽ കൃത്യമായിട്ട് അതെന്താണ്? യെസ്, ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഇന്റൻഷൻ സെറ്റ് ചെയ്തു. ഇപ്പോ നിങ്ങൾ നിങ്ങളോട് ചോദിച്ചു നോക്കുക, നിങ്ങളുടെ ലൈഫിൽ ഏത് ഫീൽഡിലാണ് നിങ്ങൾ ഈ പറയുന്ന ഗ്രോത്ത് ആഗ്രഹിക്കുന്നത്? വെദർ ഇറ്റ്സ് ഹെൽത്ത്,
ഹെൽത്തിലാണെങ്കിൽ ഫിസിക്കൽ ഹെൽത്ത് ആകാം, മെന്റൽ ഹെൽത്ത് ആകാം, സ്പിരിച്വൽ ഹെൽത്ത് ആകാം. ഇനി അതല്ലെങ്കിൽ സാമ്പത്തിക മേഖലയിലായിരിക്കാം, ബന്ധങ്ങളിലായിരിക്കാം, ഇനി അതും അല്ലെങ്കിൽ കരിയർ, ജോബ് റിലേറ്റഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിലായിരിക്കാം. ഏത് മേഖലയിലാണെന്നുള്ളത് പെട്ടെന്ന് റീകോൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേ. ഓക്കെ, മെന്റലി. ഓക്കെ, അപ്പൊ ഒരു ഏരിയ ഉണ്ടാവും അല്ലെ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട്. ചിലപ്പം ആരോഗ്യമായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും ഡിഫറെന്റ് ഏരിയകളായിരിക്കും. അപ്പോ ഇന്റൻഷൻ നമുക്ക് സെറ്റായി, നമുക്ക് എന്താണ് ഔട്ട്കം കിട്ടേണ്ടതെന്നുള്ളത് നമ്മളെ മനസ്സിലൊരു ഇമേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി ഇതെങ്ങനെ കിട്ടും, അതൊരു ചോദ്യമാണ് അല്ലെ. ഇപ്പൊ മാനിഫെസ്റ്റേഷൻ എന്താണെന്ന് അറിയണം. ഇപ്പൊ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്, ആദ്യം നമ്മൾ മാനിഫെസ്റ്റേഷൻ എന്താണെന്ന് നോക്കും, അതില് EFTയുടെ പ്രാധാന്യം എന്താണെന്നുള്ളത് നോക്കും. ഓക്കെ, പല ആളുകളും മിസ്ലീഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്, ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വിഷൻ ബോർഡ് സെറ്റ് ചെയ്യുക, അതുപോലെ വിഷ്വലൈസേഷൻ ചെയ്യുക, കുറെ അഫർമേഷൻസ് പറയുക, ഇതൊക്കെയാണ് മാനിഫെസ്റ്റേഷൻ എന്നാണ്. ശരിയാണ്, ഇതൊക്കെ മാനിഫെസ്റ്റേഷൻ ഉള്ളിലുള്ള കാര്യങ്ങളാണ്. പക്ഷെ റിയലി ഇത് മാത്രമാണോ ഈ ഒരു പ്രോസസ്സ്? അപ്പോ ഇത്തരത്തിൽ ചിന്തിച്ച് ഒത്തിരി അധികം കാര്യങ്ങൾ ഇങ്ങനെ കുറെ അഫർമേഷൻ ചെയ്യും, കുറെ ഗൈഡഡ് മെഡിറ്റേഷൻ ചെയ്യും, എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ ചെയ്തു, പക്ഷെ റിസൾട്ട് കിട്ടിയില്ല. അവരെ സംബന്ധിച്ച് പിന്നീട് എന്തെങ്കിലും ഒരു കാര്യം ട്രൈ ചെയ്യാനായിട്ട് അവർക്ക് തോന്നുമോ? ഇല്ലല്ലേ. ഒത്തിരി അധികം ട്രൈ ചെയ്തു, കുറെ കാര്യങ്ങൾ ചെയ്തു, അവരെന്തായിരിക്കും മറ്റൊരാളെടുത്ത് പറഞ്ഞു കൊടുക്കുക മാനിഫെസ്റ്റേഷനെ പറ്റി? ഒത്തിരി അധികം കാര്യങ്ങൾ നിങ്ങൾ ട്രൈ ചെയ്തു, ഫെയിലായി, പിന്നെ നിങ്ങൾ ഈ ഒരു കാര്യം മറ്റൊരാൾക്ക് റെക്കമെൻഡ് ചെയ്യോ? ഇല്ല. അപ്പൊ പറയുമല്ലേ, ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ വെറും ഉഡായിപ്പാണ്, ഇത് പറയുന്ന ട്രെയിനേഴ്സ് എല്ലാം വെറുതെ പറയുന്നതാ, വെറുതെ ആളുകളെ മിസ്ലീഡ് ചെയ്യാൻ പറയുന്നതാന്ന് പറയും അല്ലെ. അപ്പൊ എന്താണ് ഇവിടുത്തെ പ്രോബ്ലം? നമ്മൾ മനസ്സിലാക്കിയതിൽ എന്തോ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. സോ ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളൊരു കാര്യം ഉണ്ടല്ലോ, നമുക്ക് സക്സസിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഹാർഡ് വർക്ക് ചെയ്യണം. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ? സക്സസിൽ എത്തണമെങ്കിൽ കഠിനമായിട്ട് അധ്വാനിക്കണം. ഇസ് ഇറ്റ് റൈറ്റ്? ഓക്കെ, അപ്പോ ഈ ഒരു ഹാർഡ് വർക്ക് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ആ ഒരു വാക്കിൽ തന്നെ ഒരു പ്രശ്നമില്ലേ? ഉണ്ടോ? അങ്ങനെ തോന്നിയോ? ചില ആൾക്കാർ ഇവിടെ കറക്റ്റ് ആൻസർ പറഞ്ഞു തന്നിട്ടുണ്ട്. ഹാർഡ് വർക്ക് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ അയ്യോ കഷ്ടപ്പെട്ട് പണിയെടുക്കണം, അങ്ങനെയല്ലേ? അല്ലെ, കഷ്ടപ്പെട്ട് അല്ലെ. എന്താണ്? മ്യൂട്ടാന്ന് തോന്നുന്നു മാം. എന്താ മാം പറഞ്ഞത്? ഓക്കെ, അപ്പോ ഇവിടെ 2-3 പേര് പറയുന്നത് കേട്ടു, സ്മാർട്ട് വർക്ക് അല്ലെ. യെസ്, നമുക്ക് സക്സസിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം സ്മാർട്ട് വർക്ക് ആണ്. എന്തുകൊണ്ടാണെന്ന് അറിയോ? ഹാർഡ് വർക്ക് ആണെന്നുണ്ടെങ്കിൽ ശാരീരികമായിട്ടും മാനസികമായിട്ടും അത്രയും അധികം കഠിനമായിട്ട് അധ്വാനിക്കുന്ന എല്ലാവരും അവരുടെ ജീവിതത്തിൽ വിചാരിച്ച നിലയിൽ എത്തണമായിരുന്നു. പക്ഷെ ഒത്തിരി അധികം അധ്വാനിച്ചിട്ടും പല ബ്ലോക്കുകളും നേരിട്ട് നിൽക്കുന്ന ഒത്തിരി പേരെ നമുക്ക് നമ്മുടെ സൊസൈറ്റിയിൽ കാണാം. എന്തുകൊണ്ട്? അപ്പൊ അവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ സക്സസിന് ഒരു ന്യൂ ഫോർമുല കണ്ടുപിടിക്കുകയാണ്. പുതിയൊരു ഫോർമുല എന്ന് പറയുന്നത് 80% മൈൻഡ് സെറ്റ്, 20% സ്മാർട്ട് വർക്ക്. എന്താണ്? 80% മൈൻഡ് സെറ്റും 20% സ്മാർട്ട് വർക്കും. ഈ പറഞ്ഞ 80% മൈൻഡ് സെറ്റ് ഇത് എവിടുന്ന് കിട്ടും അല്ലെ? ഈ ഒരു മൈൻഡ് സെറ്റിനെ ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന അലൈൻഡ് പ്രാക്ടീസ്, ആ ഒരു പ്രാക്ടീസ് അല്ലെങ്കിൽ ആ ഒരു പ്രൊസീജിയറിനെയാണ്, ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ആക്ച്വലി മാനിഫെസ്റ്റേഷൻ എന്ന് വിളിക്കുന്നത്. ഒന്നുകൂടി പറഞ്ഞു തരാം. സക്സസിലേക്ക് നമ്മൾ എത്തിക്കുന്ന ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്, അതാണ് 80% എന്ന് ഞാൻ പറഞ്ഞു. ഈ 80% ഉള്ള ഈ ഒരു മൈൻഡ് സെറ്റിനെ ക്രിയേറ്റ് ചെയ്തെടുക്കാനുള്ള അലൈൻഡ് പ്രാക്ടീസസ്, കൃത്യമായിട്ടുള്ള ആക്ഷൻ പ്ലാൻ, ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ റിയലി മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാര്യമാണ് വിഷ്വലൈസേഷൻ, വിഷൻ ബോർഡ് സെറ്റിംഗ്, അഫർമേഷൻ, മൈൻഡ്ഫുൾനെസ് എല്ലാം. അപ്പോ ആദ്യം നമുക്ക് വേണ്ടത് മൈൻഡ് സെറ്റ് ആണ്. നമ്മൾ പറയാറുണ്ട്
നമ്മുടെ ചിന്തകളാണ് നമ്മുടെ യാഥാർത്ഥ്യത്തെ ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന്, അല്ലെ? നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അത് നമ്മൾ ആയി തീരും എന്ന് പറയാറുണ്ട്. ശരിയാണ്, പൂർണ്ണമായിട്ട് അത് ശരിയാണ്. അപ്പോ നമ്മൾ പറയാറുണ്ട് നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത് ബ്ലൈൻഡ് ആണെന്ന് പറയാറുണ്ട്. എന്തുകൊണ്ടാ മൈൻഡ് ഈസ് ബ്ലൈൻഡ്? വൈ? എനി ഐഡിയ? ഐഡിയ ഉണ്ടോ? അതായത് മൈൻഡിന് റിയാലിറ്റി ഏതാണ് ഇമാജിനേഷൻ ഏതാണ് എന്ന് വേർതിരിച്ചറിയാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അതിനെ ബ്ലൈൻഡ് എന്ന് വിളിക്കുന്നത്. എന്താണോ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നത് അതാണ് അതിന് യാഥാർത്ഥ്യം, അല്ലെ? നമ്മൾ എന്താണോ വീണ്ടും വീണ്ടും പറഞ്ഞു കൊടുക്കുന്നത് അതാണ് അതിന് റിയാലിറ്റി. നിങ്ങൾ തെറ്റ് പറഞ്ഞു കൊടുത്താലും അത് വിശ്വസിക്കും, ശരി പറഞ്ഞു കൊടുത്താലും വിശ്വസിക്കും. നമുക്ക് ഒരു 2-3 കാര്യങ്ങൾ ചെക്ക് ചെയ്താലോ? നിങ്ങൾ ഇമാജിൻ ചെയ്യുക, ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫുഡ്. ബിരിയാണി ഇഷ്ടമാണ് എല്ലാവർക്കും? അല്ലെങ്കിൽ പോട്ടെ, ബിരിയാണി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫുഡ്, അതൊന്ന് മനസ്സിൽ വിചാരിക്കുന്ന സമയത്ത് അറിയാതെ വായയിൽ കപ്പൽ ഓടുന്നുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഉണ്ടല്ലേ? ഒന്ന് കഴിച്ചാൽ കൊള്ളാന്നുണ്ടല്ലേ? അപ്പോ ആക്ച്വലി നമ്മളത് കഴിച്ചോ? ആ ഫുഡ് നമ്മൾ കണ്ടോ? ഇല്ലല്ലേ? പിന്നെ എങ്ങനെയാ നമുക്കത് ഫീൽ ചെയ്തേ? നമ്മൾ എന്തോ ഒരു ഇൻപുട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്, അല്ലെ? അത് കൊടുത്ത സ്പോട്ടിൽ തന്നെ നമ്മളിൽ ആ ഒരു കെമിക്കൽ റിയാക്ഷൻ വന്നു. ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കാം. നമ്മൾ ഈ പ്രേതത്തിന്റെ മൂവിയൊക്കെ കാണും, ഹൊറർ മൂവീസ്, അല്ലെ? കാണാറുണ്ടോ ഹൊറർ മൂവീസ്? ഇപ്പൊ ഈ ഹൊറർ മൂവീസ് കാണുന്ന സമയത്ത് നമുക്കറിയാം അങ്ങനെയൊരു സാധനം നമുക്ക് നമ്മുടെ അടുത്തൊന്നും ഇല്ല എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ എന്നാലും നമുക്ക് പേടിയാവും. അങ്ങനെ പേടിച്ചോടിപ്പോയ ആളാണ് ഞാനും. നണ്ണ് മൂവിയൊക്കെ കണ്ട സമയത്ത് അലറി കരഞ്ഞോണ്ട് ഓടിയ ആളാണ് ഞാൻ. അപ്പോ സത്യത്തിൽ അങ്ങനെ ഒരു കാര്യം ഇല്ലാന്ന് നമുക്കറിയാലോ, പിന്നെന്തിനാ പേടിക്കുന്നേ? അപ്പോ അവിടെയും നമ്മൾ കൊടുത്ത ഇൻപുട്ടിനനുസരിച്ചിട്ടാണ് നമ്മൾ മൈൻഡ് റെസ്പോണ്ട് ചെയ്യുന്നത്. ഇനി മറ്റൊരു ചെറിയ എക്സാമ്പിളും കൂടി പറഞ്ഞുതരാം. ഒന്ന് കണ്ണടക്കുക, ജസ്റ്റ് ഒന്ന് കണ്ണടച്ചേ. ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങളെ ഞാൻ അത്യാവശ്യം തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഒരു ഫോറസ്റ്റിന്റെ മിഡിലിൽ കൊണ്ടുപോയി നിർത്തുകയാണ്. ചുറ്റോട് ചുറ്റും എന്താണ്? നിറയെ മരങ്ങളാണ്. എന്നാൽ ഡേ ടൈം ആണ്, നല്ല ഇരുട്ടുമില്ല എന്നാൽ നല്ല വെളിച്ചവുമില്ല. അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ. നിങ്ങൾ തനിച്ചാണ്. ഓക്കെ, അവിടുന്ന് ഇവിടുന്നൊക്കെ എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. എന്താ നിങ്ങൾക്ക് മനസ്സിൽ ഫീൽ ചെയ്യുന്നതെന്നുള്ളത് ഒന്ന് ഇമേജിൻ ചെയ്ത് നോക്കിയേ. നിങ്ങൾക്ക് ആ ശബ്ദങ്ങളൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ടേ, അതുപോലെ ആ ഒരു അറ്റ്മോസ്ഫിയർ നിങ്ങൾക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, റൈറ്റ്? ഇനി കണ്ണുകൾ തുറന്നിട്ട് 1-2 പേര് പറഞ്ഞു എന്താ നിങ്ങൾക്ക് അവിടെ ഫീൽ ചെയ്തോ? ഈസ് ടു ഫീൽ സേഫ്? അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തോ? ഒരു പേടി തോന്നിയോ? അല്ലെ എന്താ നിങ്ങൾക്ക് ഫീൽ ചെയ്തേ? കാട്ടിൽ പോയതുപോലെ തോന്നിയോ? വനത്തിനുള്ളിൽ എത്തിയതുപോലെ ഫീൽ ചെയ്തോ? ഒറ്റപ്പെട്ട ഒരു ഫീല് ഫീൽ തോന്നി അല്ലേ? നിങ്ങൾ കാട്ടിൽ പോയോ ഒറിജിനലി? ഇല്ലല്ലേ? പക്ഷേ നമുക്കത് ഫീൽ ചെയ്തു. ഇതാണ് പറഞ്ഞത്, നമ്മുടെ മനസ്സിന് എന്തില്ല, റിയാലിറ്റി ഏതാ, എന്താണ് ഇമാജിനേഷൻ ഏതാ എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇത് തന്നെയാണ് മാനിഫെസ്റ്റേഷനിൽ നമ്മൾ ചെയ്യുന്ന ടെക്നിക്കും. അതായത് വീണ്ടും വീണ്ടും നമ്മുടെ സക്സസിന് നമ്മൾ കൊടുത്തിരിക്കുന്ന ഇമേജ്, യെസ് പേടി തോന്നി അല്ലേ? അപ്പോൾ നമ്മൾ സക്സസിന് കൊടുത്തിരിക്കുന്ന ആ ഒരു ഇമേജ്, അത് വീണ്ടും വീണ്ടും നമ്മൾ ആവർത്തിച്ച് കാണുമ്പോൾ നമ്മുടെ മനസ്സിന് തോന്നും ഇതാണ് റിയാലിറ്റി. ഓക്കെ, ഇവിടെയാണ് നമുക്ക് വിഷ്വലൈസേഷൻ വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ സന്തോഷമുള്ള ഒരു കാര്യം ആലോചിക്കുകയാണ്, ഓട്ടോമാറ്റിക്കലി നമുക്കൊരു ഹാപ്പിനെസ് ഫീൽ ചെയ്യും അല്ലെ? നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത്, മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് എന്താണ് ഏറ്റവും കൂടുതൽ നമുക്കൊരു ഹാപ്പി ഹോർമോൺസ് ഒക്കെ റിലീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അല്ലെ?
ഇതിനിടയ്ക്ക് ഞാൻ ഒരാൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ പറഞ്ഞൊരു കാര്യം, എന്താ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം, അല്ലെങ്കിൽ നിനക്ക് ഭയങ്കര ഹാപ്പി ആവുന്ന ഒരു കാര്യം പറഞ്ഞെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരത്തി എന്നോട് പറഞ്ഞത്, ഞാൻ ഒത്തിരി ഡ്രസ്സുകൾ എടുത്തു വെച്ചിട്ടുണ്ട്, അപ്പൊ വണ്ണം വെച്ചോണ്ട് ഈ ഡ്രസ്സൊന്നും കയറുന്നില്ല. അപ്പൊ ഞാനിങ്ങനെ ആ ഡ്രസ്സൊക്കെ ഇടുന്നതായിട്ട് ഇമാജിൻ ചെയ്യും. ആശിച്ച് മേടിച്ചു വെച്ചതാണ്, അത് ഇട്ടിട്ട് കാണുന്ന സമയത്തൊക്കെ ഭയങ്കര സന്തോഷാന്ന് പറയും അല്ലെ. അപ്പൊ നമ്മൾ അങ്ങനെ ഇമാജിനേഷനിൽ നമ്മുടെ ആഗ്രഹങ്ങൾ കൊണ്ടുവരുമ്പോൾ അറിയാതെ നമ്മുടെ ഉള്ളിൽ ഒരു സന്തോഷം ഉണ്ടാകുന്നുണ്ട്. ഈ സന്തോഷം ഉണ്ടാകുന്ന സമയത്ത് നമ്മളിൽ ഒരുപാട് കെമിക്കൽ റിയാക്ഷൻസ്, ഒരുപാട് ഹാപ്പി ഹോർമോൺസ് റിലീസ് ആവുന്നുണ്ട്. ഈ ഹാപ്പി ഹോർമോൺസ് എല്ലാം തന്നെ നമ്മുടെ മൂഡ് അല്ലെങ്കിൽ നല്ലൊരു ആക്റ്റീവ് ആയിട്ടുള്ളൊരു ആക്ഷൻ പ്ലാനിന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. എസ്പെഷ്യലി ഡോപ്പാമിൻ പോലെയുള്ള ഹോർമോൺസ് ഒക്കെ കൂടുമ്പോൾ മോട്ടിവേഷൻ ഹോർമോൺ എന്നാ പറയാം. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ ആ രീതിയിൽ നമ്മുടെ വിഷ്വലൈസേഷൻ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആകുന്നത് ഈ ഒരു മെത്തേഡിലൂടെയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ മാനിഫെസ്റ്റേഷന്റെ കാര്യമാണ് പറഞ്ഞു വന്നത്. നമ്മൾ എന്താണോ റിപ്പീറ്റഡ് ആയിട്ട് കൊടുക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ റിയാലിറ്റി മോൾഡ് ചെയ്ത് വരിക എന്ന് നിങ്ങളെ കൺവേ ചെയ്യാനാണ് ഞാൻ ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞത്. അപ്പോ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് വെച്ചാൽ, ചില ആൾക്കാരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും, ഞാൻ അങ്ങനെ മാനിഫെസ്റ്റേഷൻ ഒന്നും ചെയ്യാറില്ല. ചില ആളുകളുടെ അടുത്ത് നമ്മൾ ചോദിക്കുന്ന സമയത്ത് പറയുന്ന കാര്യം, ഞാൻ മാനിഫെസ്റ്റേഷൻ ഒന്നും ചെയ്യാറില്ല. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ദിവസവും ഓരോ നിമിഷവും മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? ഓരോ നിമിഷവും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നല്ലതോ മോശമോ ആയിട്ടുള്ള മാനിഫെസ്റ്റേഷൻസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു ബസ് സ്റ്റോപ്പിൽ നിന്നിട്ട് ഒരു ബസ് കാത്തു നിൽക്കുകയാണ്. ഇപ്പൊ ആ ബസ് വരുമായിരിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലും ഇറ്റ്സ് എ ഫോം ഓഫ് മാനിഫെസ്റ്റേഷൻ. ഒരു ഇന്റർവ്യൂവിന് പോയി നമ്മൾ അറ്റൻഡ് ചെയ്ത് തിരിച്ചു വരുന്ന സമയത്ത് ഓക്കെ ഫൈൻ, എനിക്കത് കിട്ടുമായിരിക്കും എന്ന് നമ്മൾ ചിന്തിക്കുന്നതും ദാറ്റ്സ് ഓൾസോ പാർട്ട് ഓഫ് മാനിഫെസ്റ്റേഷൻ. പറഞ്ഞോ അറിയാതെയോ നമ്മൾ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും മാനിഫെസ്റ്റേഷന്റെ ഭാഗമാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ചിന്തകളെ കൃത്യമായിട്ട് അലൈൻ ചെയ്തെടുക്കുന്ന ഒരു പ്രോസസ്സാണ് നമ്മുടെ സക്സസിന് വേണ്ടിയിട്ട്. ഇതേ ചിന്തകളെ ക്രമപ്പെടുത്തി എടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ മാനിഫെസ്റ്റേഷൻ പ്രോസസ് എന്ന് പറയുന്നത്. ശരി, അങ്ങനെയെങ്കിൽ നമ്മൾ ഒരു ഇന്റൻഷൻ സെറ്റ് ചെയ്തു, മാനിഫെസ്റ്റേഷൻ പ്രകാരം നമ്മൾ വർക്ക് ചെയ്യാൻ റെഡിയാണ്, കൂടാതെ എന്താണ്, നമ്മുടെ തോട്ട്സ് ഒക്കെ നമ്മൾ ക്രമീകരിക്കാനും റെഡിയാണ്. പക്ഷെ എങ്ങനെ? ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി. വിഷൻ ബോർഡ് എങ്ങനെ സെറ്റ് ചെയ്യണം അത് കണ്ടുപിടിച്ചു, അഫർമേഷൻസ് എങ്ങനെ എഴുതണം അതും നമ്മൾ കണ്ടുപിടിച്ചു, മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ അതും നമ്മൾ പഠിച്ചു. പക്ഷേ ഇതൊക്കെ ചെയ്തിട്ടും എവിടെയോ ഒരു പ്രശ്നം തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു നോക്കി, പക്ഷേ ആ യാത്രയിൽ എവിടെയോ ഒരു തടസ്സം, അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? ഒരുപാട് ഗൈഡഡ് മെഡിറ്റേഷൻ നോക്കി, അഫർമേഷൻസ് നോക്കി, പല മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് നോക്കി, പക്ഷെ എവിടെയോ ഒരു മിസ്റ്റേക്ക്. അങ്ങനെ ഫീൽ ചെയ്ത ആരെങ്കിലും ഉണ്ടോ? ആ തടസ്സം എന്താണ് എന്ന് തിരിച്ചറിയാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്ന ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. നമ്മളെ വിജയത്തിലേക്ക് കൊണ്ടുപോകുന്ന യാത്രയിൽ ഏറ്റവും നമുക്ക് തടസ്സമായി നിൽക്കുന്നത് നമ്മുടെ ചിന്തകൾ തന്നെയാണെന്ന് പറഞ്ഞു. തടസ്സം തോന്നിയിട്ടുണ്ട് അല്ലേ? അപ്പൊ എന്താണ് ആ തടസ്സം? നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ചില ഇമോഷൻസ്, നമ്മൾ കടന്നു വന്ന വഴികളിൽ കൂടെ കൂട്ടിയിട്ടുള്ള ചില ഇമോഷണൽ വൂൺസ്. അപ്പോ അതാണ് നമുക്ക് അവിടെ തടസ്സമായിട്ട് നിൽക്കുന്നത്. ഇവിടെയാണ് നമുക്ക് കൃത്യമായിട്ട് ചക്ര ബേസ്ഡ് മെഡിറ്റേഷന്റെ ആവശ്യം വരുന്നത്. ഞാൻ എൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞത്, ഞാൻ ആദ്യം ഈ ഒരു ഡിപ്രഷൻ സ്റ്റേറ്റ് ഒക്കെ വന്ന സമയത്ത് ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു ആഗ്രഹം വന്നപ്പോൾ, അല്ലെങ്കിൽ ചേഞ്ചസ് കൊണ്ടുവരണം എന്ന് ആഗ്രഹിച്ച സമയത്ത് മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്തു. മെഡിറ്റേഷൻ പഠിച്ചു വന്ന സമയത്ത് ഒക്കെ മാനിഫെസ്റ്റേഷനെ പറ്റി അറിഞ്ഞു, അതിന്റെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു, അവർ പറഞ്ഞതുപോലെയൊക്കെ ചെയ്തു. പക്ഷേ വീണ്ടും വീണ്ടും എനിക്ക് ഇങ്ങനെ ഞാനൊരു ലൂപ്പിനുള്ളിൽ പെട്ടതുപോലെ തന്നെ വീണ്ടും ആ ഒരു ഡെഡ് ലൈനിൽ വന്ന് നിൽക്കും. എല്ലാം ചെയ്യുന്നുണ്ട്, പ്രത്യക്ഷത്തിൽ ഞാൻ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, പക്ഷെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, നടുവിലൊരു തടസ്സം. അപ്പോഴാണ് ഞാൻ ഈ ഒരു ചക്ര മെഡിറ്റേഷനെ പറ്റിയിട്ട് കൂടുതലായിട്ട് അറിയുന്നത്. ത്രൂ ദാറ്റ് എന്താണ് എൻ്റെ ലൈഫിൽ നടന്നതെന്നും അതില്
എന്തൊക്കെയാണ് റീസൺസ്, എൻ്റെ ശരീരത്തിൽ എന്തൊക്കെ എനർജി സെന്റേഴ്സ് ആയിരുന്നു ബ്ലോക്ക് ആയിട്ടുള്ളത്, ബ്ലോക്ക് ആയതിന്റെ റീസൺ എന്താണ്, അതുകൊണ്ട് എനിക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി, ഇനി മുന്നോട്ട് പോകാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം, ഏതൊക്കെ ബ്ലോക്കുകൾ മാറ്റണം, ഇതൊക്കെ വളരെ വ്യക്തമായി കൃത്യമായി മനസ്സിലാക്കിയത് ചക്ര ബേസ്ഡ് മെഡിറ്റേഷൻ പഠിച്ചതിലൂടെയായിരുന്നു. അവിടെ ഞാൻ കണ്ടുപിടിച്ചു എന്തായിരുന്നു എൻ്റെ ആക്ച്വൽ പ്രോബ്ലം എന്നുള്ളത്. അങ്ങനെ എനിക്ക് പ്രോബ്ലം കിട്ടി, എന്താണ് എൻ്റെ പ്രശ്നം എന്നുള്ളത് എനിക്ക് മനസ്സിലായി. പക്ഷെ സൊല്യൂഷൻ എന്നിട്ടും കിട്ടിയിട്ടില്ല. ഒരുപാട് മെഡിറ്റേഷനുകൾ പഠിച്ചു, ഒരുപാട് മൊഡാലിറ്റി അതിനുമായിട്ട് ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ പഠിച്ചു, പക്ഷെ എവിടെയും എനിക്ക് സൊല്യൂഷൻ കിട്ടുന്നില്ല. പക്ഷേ നമുക്കത് ഫൈൻഡ് ഔട്ട് ചെയ്തേ പറ്റുള്ളൂ അല്ലെ. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സൊല്യൂഷൻ നമുക്ക് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. ശരിയാണ്, മെഡിറ്റേഷൻ ട്രൈ ചെയ്യുന്ന സമയത്ത് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ, പല ഹീലിംഗ് മൊഡാലിറ്റി ചെയ്യുമ്പോൾ ഒക്കെ തന്നെ നമുക്കൊരു റിലാക്സേഷൻ കിട്ടുന്നുണ്ട്. പക്ഷെ എന്നാലും പൂർണ്ണമായിട്ട് ആ ഒരു ട്രാൻസ്ഫോർമേഷനിലേക്ക് എത്താൻ പറ്റുന്നില്ല. പല മോട്ടിവേഷൻ സ്റ്റോറീസ് കേൾക്കുമ്പോഴും ഇൻസ്പയർഡ് ആകുന്നുണ്ട്, പക്ഷെ ഇൻസ്പയർഡ് ആയിട്ടുള്ള കാര്യങ്ങളെ ആക്റ്റീവ്ലി അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെയാണ് പ്രോബ്ലം. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവരും തടസ്സപ്പെട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഒരു മുന്നോട്ട് എന്ത് എന്നറിയാതെ സ്റ്റക്ക് ആയി പോകുന്ന ഒരു പോർഷൻ ഇതാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാനും സ്റ്റക്ക് ആയത് ഇവിടെ തന്നെയായിരുന്നു. എന്നാൽ പൂർണ്ണമായിട്ട് ആഗ്രഹമുണ്ട് മുന്നോട്ട് പോകാനുള്ള റെമഡി കിട്ടണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ തുടങ്ങി. ഇനി അടുത്തത് ഇതിനുള്ള സൊല്യൂഷൻ ആയിരിക്കണം എനിക്ക് വേണ്ടത്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയ കാര്യം, എല്ലാ കാര്യങ്ങളും പ്രോബ്ലം എൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ സൊല്യൂഷനും അത് എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടാവും അല്ലെ. വിഘ്നം എന്തോ അത് തന്നെയാണ് മാർഗവും എന്ന് പറയാറുണ്ട്. സോ പ്രോബ്ലം എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ സൊല്യൂഷനും എവിടെ തന്നെ ഉണ്ടാവും, എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടാവും. സോ അത് കണ്ടുപിടിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് അതായിരുന്നു അടുത്തത് ക്രിയേറ്റ് ചെയ്യാനുള്ളത്. അങ്ങനെ ഞാൻ പരിചയപ്പെട്ടതാണ് EFT എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഈ ഒരു റൂട്ടിൽ പോയ സമയത്ത് ലൈഫിൽ നമ്മൾ സക്സസിലേക്ക് പോകണമെന്ന് ചിന്തിച്ച് എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് വർക്ക് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് നമുക്ക് തടസ്സമായി നിൽക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിച്ച് അതിനു വേണ്ടി വർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് EFT എന്ന് പറയുന്നത്. ഒന്നുകൂടി വ്യക്തമാക്കി തരാം. നിങ്ങളിപ്പോ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഏരിയയിൽ വിജയത്തിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന ആണെങ്കിൽ, മേ ബി അത് നിങ്ങളുടെ കരിയറിലായിരിക്കാം, പ്രൊഫഷനിലായിരിക്കാം, ഇനി അതല്ലെങ്കിൽ ഫൈനാൻഷ്യലി ആയിരിക്കാം, റിലേഷൻഷിപ്പിലായിരിക്കാം, അല്ലെങ്കിൽ ആരോഗ്യത്തിലായിരിക്കാം. ഇവിടെ എവിടെ നിങ്ങൾ ഗ്രോത്തിന് ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങളൊരു മൈൻഡ് സെറ്റ് ചെയ്യാൻ വേണ്ടി പല രീതിയിലുള്ള മോട്ടിവേഷൻ കാര്യങ്ങൾ ചെയ്യും. ഓഫ് കോഴ്സ് ഒക്കെ വേണം. ആ ഒരു വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, എന്തെങ്കിലും ഇമോഷണൽ വൂണ്ടും ക്യാരി ചെയ്തിട്ടാണോ നമ്മൾ വന്നിട്ടുള്ളത്, എൻ്റെ ഈ യാത്രക്ക് തടസ്സമായിട്ടുള്ള എന്തെങ്കിലും ബേർഡൻ ഞാൻ എൻ്റെ കൂടെ കൂട്ടിയിട്ടുണ്ടോ, അത് ഇറക്കി വെക്കേണ്ട ആവശ്യമുണ്ടോ ഉള്ളത് എന്നാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അതായത് നമ്മൾ പറയാറുണ്ടല്ലേ, ഒരു ഓട്ട മത്സരം വെക്കുകയാണ്. ആ മത്സരത്തിൽ നിങ്ങളടുത്ത് ഓടാൻ പറഞ്ഞിട്ട് നിങ്ങളുടെ കാലിൽ ഒരു സിമെന്റിന്റെ കട്ട അല്ലെ, സിമെന്റിന്റെ ഒരു ബാറ് കെട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓടാൻ സാധിക്കോ? ഇല്ല, ഒരു വെയിറ്റ് ഉണ്ടാവും അല്ലെ. അപ്പോ അതേപോലെ നമ്മൾ കൂടെ കൂട്ടുന്ന ഒരുപാട് ഇമോഷണൽ വൂൺസ് ഉണ്ടാവും, അല്ലെങ്കിൽ പല രീതിയിലുള്ള നെഗറ്റീവ് തോട്ട്സ് ഉണ്ടാവും. ഇതൊക്കെ നമ്മുടെ കാലിൽ ഒരു ബാഡൻ ആയിട്ട് നിൽക്കുന്നിടത്തോളം നമുക്ക് ഓടിയെത്താൻ പ്രയാസമായിരിക്കും, നമ്മുടെ ഓട്ടത്തിന്റെ വേഗത കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഈ ഒരു പ്രോസസ്സിൽ ഇത്തരത്തിൽ നമ്മൾ കണ്ടുപിടിക്കുന്ന നമ്മുടെ ഇമോഷണൽ ബ്ലോക്കേജസിനെ ക്ലിയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരുപാട് മൊഡാലിറ്റീസ് ഉണ്ട്, ഒരുപാട് ടെക്നിക്കുകൾ ഉണ്ട്. അതിൽ ഏറ്റവും എഫക്റ്റീവും എന്നാൽ പെട്ടെന്ന് പഠിക്കാൻ പറ്റിയതുമായിട്ടുള്ള ഒരു ടെക്നിക്കാണ് EFT എന്ന് പറയുന്നത്. ആൻഡ് വൈ ദിസ് സജസ്റ്റ്, ഞാൻ എന്തുകൊണ്ട് ഇത് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, ഇത് എനിക്ക് റിസൾട്ട് തന്നിട്ടുണ്ട്. ആൻഡ് നൗ ഞാൻ എൻ്റെ എല്ലാ ക്ലയൻസിനും ഇതൊരു ബ്ലെൻഡഡ് ഫോർമാറ്റിലാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് ചക്ര ബേസ്ഡ് മെഡിറ്റേഷൻ വിത്ത് EFT എന്നുള്ള രീതിയിലാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സോ എന്താണ് EFT എന്നുള്ളത് നോക്കാം. ഇമോഷണൽ ഫ്രീഡം ടെക്നിക് എന്ന് പറയും. ഇമോഷണൽ ഫ്രീഡം ടെക്നിക് അല്ലെങ്കിൽ ടാപ്പിംഗ് എന്ന് പറയും. നമ്മുടെ ഫിംഗർ ടിപ്സ് ഉപയോഗിച്ച് എനർജി പോയിന്റ്സിൽ, അല്ലെങ്കിൽ ഈ അക്യൂപഞ്ചർ ഒക്കെ പോലെയുള്ള മെറീഡിയൻ പോയിന്റ്സിൽ ടാപ്പ് ചെയ്തുകൊണ്ട് നമ്മുടെ ഇമോഷൻസിനെ റിമൂവ് ചെയ്യുകയോ
അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് ഒരു പോസിറ്റീവ് എനർജിയെ വെൽക്കം ചെയ്യുകയോ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഈ EFT ടാപ്പിംഗ് ഉപയോഗിക്കുന്നത്. ഒന്നുകൂടി പറയാം, EFT എന്ന് പറഞ്ഞാൽ ഇമോഷണൽ ഫ്രീഡം ടെക്നിക്. നമ്മുടെ ശരീരത്തിലെ മെറീഡിയൻ പോയിന്റ്സ്, എനർജി സെന്റേഴ്സിൽ ടാപ്പ് ചെയ്തുകൊണ്ട് വിത്ത് നമ്മുടെ ഫിംഗർ ടിപ്സ് ഉപയോഗിച്ച് ടാപ്പ് ചെയ്തുകൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റീവ് ഇമോഷൻസിനെ റിമൂവ് ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ഇൻവൈറ്റ് ചെയ്യുകയോ ചെയ്യുന്നതിനാണ് നമ്മൾ EFT ഉപയോഗിക്കുന്നത്. ഇപ്പൊ നമ്മുടെ മുന്നിൽ ഒരു ആള് ഒരു ട്രാൻസ്ഫോർമേഷൻ ആയിട്ട് കടന്നു വരുന്ന സമയത്ത് ആദ്യം നമ്മൾ അവർക്ക് അവരുടെ നമ്മൾ പറയല്ലേ നിറഞ്ഞ ഒരു പാത്രത്തിലേക്ക് വീണ്ടും നമുക്ക് ഒരു എന്തെങ്കിലും ഇൻപുട്ട് ചെയ്യാന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമല്ല അല്ലേ? അതായത് നിങ്ങളുടെ കയ്യിൽ ഒരു പോട്ട് ഉണ്ടെന്ന് സങ്കല്പിക്കുക. നിങ്ങൾ ആ പോട്ടിൽ വേണ്ടതും വേണ്ടാത്തതുമായിട്ടുള്ള ഒത്തിരി സ്റ്റോൺസ് നിറച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ഒത്തിരി സ്റ്റോണുകൾ കണ്ടു കിട്ടുന്നത്. ഒബ്വിയസ്ലി നിങ്ങൾ എന്ത് ചെയ്യും? വേണ്ടാത്തതൊക്കെ റിമൂവ് ചെയ്തിട്ട് നമുക്ക് കിട്ടിയ പ്രഷ്യസ് ആയിട്ടുള്ള സ്റ്റോണിനെ അതിലേക്ക് ഇടും അല്ലേ? ഇതേപോലെ നമ്മുടെ കയ്യിൽ ട്രാൻസ്ഫോർമേഷൻ ഒരു വ്യക്തിയെ കിട്ടുന്ന സമയത്ത് നിങ്ങളിപ്പോൾ ഹെൽത്ത് കെയർ അല്ലെങ്കിൽ മെന്റൽ ഹെൽത്തിനായിട്ട് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അവരെ എത്രത്തോളം ഒഴിഞ്ഞ പാത്രമായി നമുക്ക് കിട്ടുന്നോ അത്രത്തോളം നമുക്ക് അവരിലേക്ക് നല്ല കാര്യങ്ങളെ നിറച്ചു കൊടുക്കാനായിട്ട് പറ്റും. സോ ആദ്യം നമുക്ക് വേണ്ടത് ആ കാര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. വേണ്ടാത്ത കാര്യങ്ങൾ ഒഴിവാക്കി അവരുടെ ഉള്ളിൽ ഏരിയ ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഫോർ ദാറ്റ് നമുക്ക് ചക്ര യൂസ് ചെയ്യാം. അതിനുശേഷം റിമൂവ് ചെയ്യാനായിട്ട് EFT ഉപയോഗിക്കാം. ഇപ്പൊ നോക്കിയാലോ നമുക്ക് എന്താണ് EFT എന്നുള്ളത്. ഒത്തിരി അധികം മെത്തേഡ്സ്, ഒത്തിരി അധികം രീതികളിൽ EFT പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മലയാളികളിൽ അല്ലെങ്കിൽ ഇവിടെ ഇത് പോപ്പുലറായി വരുന്നേ ഉള്ളൂ. പക്ഷെ ഒത്തിരി അധികം റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒത്തിരി അധികം റിസൾട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടെക്നിക്കാണ് EFT എന്ന് പറയുന്നത്. പക്ഷെ ഒത്തിരി അധികം തെറ്റിദ്ധാരണകളും ഇതിന് പിന്നിൽ വരാറുണ്ട്. കാരണം കൃത്യമായിട്ട് ചെയ്തില്ല എങ്കിൽ റിസൾട്ട് കിട്ടുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. എന്നാൽ കൃത്യമായി ചെയ്യുകയാണെങ്കിൽ റിസൾട്ട് 100% ഗ്യാരണ്ടിയുമാണ്. ഓക്കെ, അപ്പോ നമ്മൾ ഇവിടെ ചെയ്യുന്നത് EFTയുടെ ഒരു ഫേസ് അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് അത് പറഞ്ഞു തരാനായിട്ട് ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ഏരിയ കവർ ചെയ്യുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് തന്നെ ഫൈനാൻഷ്യൽ ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു ഏരിയയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് EFT യൂസ് ചെയ്യാന്നാണ് ഞാൻ ഇന്ന് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നടക്കുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോഴോ അല്ലെ വിഷ്വലൈസേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് അല്ലെ ഒരു മോട്ടിവേഷൻ സ്റ്റോറി കേൾക്കുമ്പോഴൊക്കെ നമ്മുടെ ബോഡിയിൽ ഒരുപാട് ചേഞ്ചസ് വരാറുണ്ട്. നമ്മുടെ മൈൻഡിൽ ഒരുപാട് ചേഞ്ചസ് വരാറുണ്ട്. നമ്മൾ പിറ്റേ ദിവസം തന്നെ രാവിലെ റൂട്ടീനൊക്കെ സെറ്റ് ചെയ്യാൻ തുടങ്ങും അല്ലെ? ഒരു മോട്ടിവേഷൻ ക്ലാസ് കേട്ടിട്ട് വന്ന ആദ്യത്തെ പരിപാടി എന്താണ്? കുറെ ഗോൾ സെറ്റ് ചെയ്യും, കുറെ നമ്മുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ് ഒക്കെ എഴുതി വെക്കും. അതുപോലെ തന്നെ കുറെ കാര്യങ്ങൾ ചെയ്യാനുള്ള കുറെ ആക്ഷൻ പ്ലാനുകൾ നമ്മൾ എഴുതി വെക്കും അല്ലെ? അപ്പൊ ഇവിടെയും നമ്മൾ ഈ ടാപ്പിങ്ങിലൂടെ നമ്മുടെ ശരീരത്തിനോട് പറയാണ് സംതിങ് ന്യൂ, എന്തോ ഒന്ന് പുതുതായിട്ട് നമ്മൾ അങ്ങോട്ട് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് EFT ഉപയോഗിക്കാം. ഒന്ന്, നമ്മുടെ ഉള്ളിൽ ആവശ്യമില്ലാത്ത എന്തെങ്കിലും നെഗറ്റീവ് ഇമോഷൻസ് ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യാൻ ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ടുള്ള എന്തെങ്കിലും പുതിയ കാര്യങ്ങളെ ഇൻവൈറ്റ് ചെയ്യാനായിട്ടും നമുക്ക് ഈ ടെക്നിക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ആൻഡ് EFTയിൽ രണ്ട് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. നോട്ട് ചെയ്ത് വെക്കാം. ഒന്ന് സ്റ്റാർട്ടിംഗ് കമന്റ് എന്ന് പറയും. രണ്ടാമത്തത് ടാപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയും. ഒന്ന് സ്റ്റാർട്ടിംഗ് കമാൻഡ്, രണ്ട് ടാപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്. EFTയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ സ്റ്റേറ്റ്മെന്റുകളാണ്. നമ്മുടെ ടാപ്പിങ്ങും സ്റ്റേറ്റ്മെന്റും നമ്മുടെ മനസ്സും ഒരുപോലെ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ കാര്യം. അപ്പോൾ സ്റ്റേറ്റ്മെന്റുകൾ കൃത്യമായിട്ട് ഇപ്പോൾ ഇതിൽ ഓപ്പൺ പ്രെയർ അതുപോലെ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് സ്റ്റേറ്റ്മെന്റുകൾ വളരെ പ്രാധാന്യമാണ് അല്ലെ? നമ്മൾ പറയുന്ന ഓരോ വാക്കുകളിലും അത്രയും പ്രാധാന്യമുണ്ട്. ഇവിടെയും EFTയിൽ നമ്മൾ കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റുകളിലാണ് ഇമ്പോർട്ടൻസ്. ഇവിടെ നമ്മൾ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് നോക്കാൻ പോകുന്നത്.
ഈ മെത്തേഡിൽ 3 ഫേസസ് ആണ് ഉള്ളത്, അല്ലെങ്കിൽ 3 ഘട്ടങ്ങളാണ് ഉള്ളത്. ഓക്കെ, ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യുക പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. എന്താണ് നമുക്ക് കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ എന്ത് പ്രോബ്ലം ആണ്, അല്ലെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ആദ്യം നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ദെൻ അതിനുശേഷം രണ്ടാമതായിട്ട് പ്രോബ്ലം കണ്ടുപിടിച്ചതിന് ശേഷം ചില പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റുകൾ ഉപയോഗിച്ച് ഈ പ്രോബ്ലത്തിന്റെ പെയിൻ, അതിന്റെ ഡെൻസിറ്റി കുറക്കുക, അല്ലെങ്കിൽ അതിന്റെ ഇന്റൻസിറ്റി കുറക്കുക. ഇൻസ്റ്റാൾ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് ലോവർ ദ ഇന്റൻസിറ്റി ഓഫ് പെയിൻ. അതാണ് രണ്ടാമത് നമ്മൾ ചെയ്യുന്നത്. മൂന്നാമത് റിലീസ് ദാറ്റ് പെയിൻ. ആദ്യം നമ്മൾ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യണം, അതിനുശേഷം പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് കൊടുത്ത് അതിനെ പെയിൻ റെഡ്യൂസ് ചെയ്യണം, അറ്റ് ലാസ്റ്റ് അത് നമ്മൾ റിലീസ് ചെയ്യാം. ഇത്രയാണ് നമുക്ക് അതിൽ വരുന്ന 3 സ്റ്റേജസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഒന്നുകൂടെ ഒന്ന് പറയുമോ? ഓക്കെ, ഒന്നാമത്തത് നമ്മൾ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യുക, ഐഡന്റിഫൈ ദ പ്രോബ്ലം. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഇൻസ്റ്റാൾ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് ലോവർ ദ ഇന്റൻസിറ്റി ഓഫ് പെയിൻ. തേർഡ് വൺ എന്ന് പറയുന്നത് ഒന്നുകൂടെ പറയാം. ഇൻസ്റ്റാൾ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് ലോവർ ദ ഇന്റൻസിറ്റി ഓഫ് പെയിൻ. ലാസ്റ്റ് വൺ release the pain. ഓക്കെ അല്ലേ? ഇനി നമുക്ക് നോക്കേണ്ടത് റിലീസ് ദ പെയിൻ. റിലീസ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ള അടുത്ത കാര്യം മെറിഡിയൻ പോയിന്റ്സ് ആണ്. ഓക്കെ, ഐ വിൽ ഷോ യു. ഫസ്റ്റ് വൺ, tip of the eyebrows. Okay, then tip of your eyes, under your eyes, points note ചെയ്തോളൂ ട്ടോ. Under your nose, under your mouth, collarbone, under your armpit, top of the head, then karate chop. At last, നമ്മുടെ പെയിനിന് ഇന്റൻസിറ്റി കൂടുതലാണെങ്കിൽ we can also use center of our chest. ഓക്കെ, ഇത് മാത്രമല്ല, ഒത്തിരി മെറിഡിയൻ പോയിന്റ്സ് ഉണ്ട്. ബേസിക്കലി ചെയ്യുന്ന ഒരു പാറ്റേണിലുള്ള മെറിഡിയൻ പോയിന്റ്സ് ആണ് പറഞ്ഞത്. ഐ വിൽ ഷോ വൺസ് മോർ. Tip of eyebrows, end of your eyes, under your eye, under nose, under lip, collarbone, under armpit, top of the head, karate chop, ഓക്കെ, പോയിന്റ്സ് ക്ലിയർ ആണോ? പോയിന്റ്സ് നോട്ട് ചെയ്തിട്ടുണ്ടോ? ഓക്കെ അല്ലേ? മൂവ് ചെയ്യട്ടെ. ഓക്കെ, ഫൈൻ. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ ഗ്രോത്തുമായിട്ട് ബന്ധപ്പെട്ട EFT ടാപ്പിംഗ് ആണ് നമ്മൾ ഇന്ന് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. എന്തൊക്കെ കാര്യത്തിന് EFT ചെയ്യാമെന്ന് ചോദിച്ചാൽ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ചെയ്യാം. ഗ്രോത്തിന് വേണ്ടി ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് പെർട്ടിക്കുലർ എന്തെങ്കിലും പെയിൻ റിമൂവ് ചെയ്യണമെങ്കിലും നമുക്ക് EFT യൂസ് ചെയ്യാം. സ്റ്റേറ്റ്മെന്റ്സിൽ മാറ്റം ഉണ്ടാവുന്നു മാത്രം. എയ്ത്ത് പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ 8 പോയിന്റ്സ് മാത്രമല്ല, ഇതിലും കൂടുതൽ ഒത്തിരി അധികം മെറിഡിയൻ പോയിന്റ്സ് ഉണ്ട്. ഒത്തിരി പോയിന്റ്സ് ഉണ്ട്, മറ്റു പോയിന്റ്സും ഉണ്ട്.
അത് ഓരോ ടെക്നിക്സിനനുസരിച്ച് ഡിഫറൻസ് ഉണ്ടാവും. ഇപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് പെയിനിന്റെ ഇന്റൻസിറ്റി കൂടുതൽ ഉണ്ടെങ്കിൽ അത് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെന്റർ ഓഫ് ചെസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഇനി അതല്ലാതെ ബെല്ലി ഉണ്ട്, അപ്പർ ബെല്ലി ഉണ്ട്, ലോവർ ബെല്ലി ഉണ്ട്, ഒത്തിരി അധികം മെറിഡിയൻ പോയിന്റ്സ് അതിന് ഇൻ ബിറ്റ്വീനിലുണ്ട്. അത് നമുക്ക് ഇവിടെ വേണ്ട, ഇപ്പോ ഇത്ര മതി. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? 8 പോയിന്റ്സ് ആണ് മെയിൻലി മെജോറിറ്റി അല്ലെങ്കിൽ നോർമലി പറയുന്ന കാര്യം. ഇന്റൻസിറ്റി ഓഫ് പെയിൻ കൂടുന്ന സമയത്ത് അത് പെയിൻ റിലീസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെസ്റ്റ് ടാപ്പിംഗ് ചെയ്യുന്നത്. ഓക്കെ, ബട്ട് ഇറ്റ് ലിറ്റിൽ മോർ എഫക്റ്റീവ്. അതും കൂടി യൂസ് ചെയ്ത് ചെയ്യുന്ന സമയത്ത് മോർ എഫക്റ്റീവ് ആണ്. അത് നിങ്ങൾക്ക് കുറച്ച് അങ്ങോട്ട് എത്തുമ്പോൾ മനസ്സിലാവും. ഞാൻ മൂവ് ചെയ്യാണ്, കുറച്ച് ടൈം ലാഗ് ആവുന്നുണ്ട്. ഓക്കെ, അപ്പോ ഇതിൽ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞു. ഓക്കെ ഓക്കെ ഫൈൻ. അതായത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഒന്ന് സ്റ്റാർട്ടിങ് കമാൻഡും ടാപ്പിംഗ് സ്റ്റേറ്റ്മെന്റും. 2 കാര്യങ്ങൾ പറഞ്ഞല്ലേ. അതില് സ്റ്റാർട്ടപ്പ് കമാൻഡ് ആണ് നമ്മളിപ്പോ നോക്കാൻ പോകുന്നത്. അതായത് നമ്മുടെ ഫൈനാൻഷ്യൽ ഗ്രോത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഇവിടെ നമുക്ക് ഫൈനാൻഷ്യൽ ഗ്രോത്തിന് വരുന്ന ഏറ്റവും വലിയ തടസ്സം എന്താണെന്ന് അറിയോ? മണി ഫിയർ. പണത്തെ നമ്മൾ അഭിമുഖീകരിക്കുന്ന അല്ലെങ്കിൽ അതിനെ അപ്രോച്ച് ചെയ്യുന്ന രീതി, പണത്തെ പറ്റി നമ്മൾ ചിന്തിക്കുന്ന സമയത്തുള്ള നമ്മുടെ മൈൻഡ് സെറ്റ്, ആ ഒരു മണി ഫിയർ ആണ് നമുക്കിവിടെ തടസ്സമായി നിൽക്കുന്ന വില്ലൻ അല്ലെങ്കിൽ നമ്മുടെ പ്രോബ്ലം. സോ വി ഫൈൻഡ് ഔട്ട് ദ പ്രോബ്ലം ഈസ് മണി ഫിയർ. ആൻഡ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സ്റ്റാർട്ടപ്പ് കമാൻഡ് നമ്മൾ കൊടുക്കണം. ഈ സ്റ്റാർട്ടപ്പ് കമാൻഡ് എന്ന് പറയുന്നത് എന്താണോ നിങ്ങൾ കണ്ടുപിടിച്ച പ്രോബ്ലം അതിനെ ഒന്ന് ഇലാബറേറ്റ് ചെയ്ത് നിങ്ങളോട് തന്നെ പറഞ്ഞു കൊടുക്കുക, ഇതാണ് എൻ്റെ പ്രോബ്ലം, ഇതാണ് സ്റ്റാർട്ടപ്പ് കമാൻഡ്. ഫോർ എക്സാമ്പിൾ, I feel stuck in financially. I feel stuck in financially. Whenever I think about money, I feel I am not worthy of abundance. ഇതൊരു എക്സാമ്പിൾ ആണ്. ഓക്കെ, ഒന്നും കൂടി പറയാം. I feel stuck in financially. Whenever I think about money, I feel I am not worthy of abundance. ഇതാണ് നമ്മുടെ കറണ്ട് റിയാലിറ്റി എന്ന് അസ്യൂം ചെയ്യാം. ഇതിപ്പോ സിറ്റുവേഷൻ അനുസരിച്ച് മാറും, നിങ്ങളുടെ മൈൻഡ് സെറ്റിനനുസരിച്ചിട്ട് ഈ സ്റ്റേറ്റ്മെന്റ് മാറും. ബട്ട് നോർമലി കറണ്ട് റിയാലിറ്റി എന്ന് പറയുന്നത് എന്താണോ ഹോണസ്റ്റ്ലി നിങ്ങൾക്ക് ഇപ്പൊ ഫീൽ ചെയ്യുന്നത് അതായിരിക്കണം എഴുതേണ്ടത്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ക്ലിയർ ആണോ? നമ്മളോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ റിയാലിറ്റി. നൗ ഐ ഫീൽ സ്റ്റക്ക് വെനെവർ ഐ തിങ്ക്. എന്താണ് സ്റ്റേറ്റ്മെന്റ് ക്ലിയർ ആയില്ല, നെറ്റ് പോയപ്പോ, സോറി. ഓക്കെ, ഐ ഫീൽ സ്റ്റക്ക് ഫൈനാൻഷ്യലി വെനെവർ ഐ തിങ്ക് അബൌട്ട് മണി. ഐ ഫീൽ ഐ എം നോട്ട് വർത്തി ഓഫ് അബണ്ടൻസ്. പണത്തെ പറ്റി ആലോചിക്കുമ്പോഴൊക്കെ ഞാൻ അതിന് വേർത്തിയല്ല എന്നുള്ളൊരു തോന്നലാണ് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, എന്നെ കൊണ്ടത് സാധിക്കുമോ എന്നുള്ള ഒരു പേടിയാണ് എന്നിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള നമ്മുടെ പ്രോബ്ലം എന്ന് അസ്യൂം ചെയ്യും. ഓക്കെ, ദെൻ നെക്സ്റ്റ് അടുത്തതാണ് സെറ്റപ്പ് റൗണ്ട്. സെറ്റ് അപ്പ് റൗണ്ട്. ഇവിടെ നമ്മൾ നമ്മുടെ പ്രോബ്ലത്തിനെ ആക്സെപ്റ്റ് ചെയ്യാണ്. ഓക്കെ, പ്രോബ്ലത്തിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാണ്, അതോടൊപ്പം നമ്മൾ തന്നെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാണ് കംപ്ലീറ്റ്ലി. ഇവിടുത്തെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്: ഈവൻ ദോ ഐ ഫീൽ ദിസ് ഡീപ് ഫിയർ, ഈവൻ ദോ ഐ ഫീൽ ദിസ് ഡീപ് ഫിയർ അബൌട്ട് മണി ആൻഡ് ഫൈനാൻഷ്യൽ സ്ട്രഗിൾസ്, I deeply and completely love and accept myself. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ യു ക്യാൻ ടാപ്പ് ഓൺ യുവർ കരാട്ടെ ചോപ്പ്. ഓക്കെ, ജസ്റ്റ് ഡു ഇറ്റ് വിത്ത് മീ. ഒരു പ്രാവശ്യം കൂടി പറയാമോ സ്റ്റേറ്റ്മെന്റ്? പറയാലോ. ഈവൻ ദോ ഐ ഫീൽ ദിസ് ഡീപ് ഫിയർ അബൌട്ട് മണി
and financial struggles, I deeply and completely love and accept myself. ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഒരു നെഗറ്റിവിറ്റി ഉണ്ടോ എന്ന് തോന്നാം, പക്ഷെ ഇറ്റ്സ് എ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്. എന്താണ് അതിൽ പറയുന്നത്? എനിക്ക് ഈ ഒരു ഓക്കെ, ഈവൻ ദോ I feel this fear about money, financial struggles, I deeply and completely love and accept myself. ഇവിടെ എന്താ ചെയ്യുന്നത്? ഞാൻ മനസ്സിലാക്കുന്നു എനിക്ക് ഇപ്പോഴും എന്തുണ്ട്, ഈ ഒരു ഫിയർ ആഴത്തിലുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഞാൻ എന്ത് ചെയ്യുന്നു? എന്നെ പൂർണ്ണമായിട്ട് ആഴത്തിൽ സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. എന്തൊക്കെ സിറ്റുവേഷൻ ആയാലും ഞാൻ എന്നെ ഇതേപടി ആക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, സോ ഇറ്റ്സ് എ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്. വാക്കുകളിൽ നെഗറ്റീവ് വേർഡ്സ് വരുന്നുണ്ടെങ്കിൽ പോലും ഇറ്റ്സ് എ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഇതാണ് സെറ്റപ്പ് റൗണ്ട് എന്ന് പറയുന്നത്. വി ക്യാൻ ടാപ്പ് ഓൺ അവർ കരാട്ടെ ചോപ്പ്. ഓക്കെ, ഇതൊരു 2 റൗണ്ട് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ജസ്റ്റ് ഡു ഇറ്റ്. ഓക്കെ, ഞാൻ സ്റ്റേറ്റ്മെന്റ് പറയാം, അപ്പൊ നിങ്ങൾ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഈവൻ ദോ ഐ ഫീൽ ദിസ് ഡീപ് ഫിയർ ഓഫ് മണി ആൻഡ് ഫൈനാൻഷ്യൽ സ്ട്രഗിൾസ്, I deeply and completely love and accept myself. Even though I feel this deep fear about money, financial struggles, I deeply and completely love and accept myself. Okay? ഈ റൗണ്ട് ഓക്കെ ആണോ? സെറ്റപ്പ് റൗണ്ട് ഓക്കെ ആണോ? Yes, ma'am. Okay. Then move to next stage. അതാണ് മലയാളത്തിൽ പറഞ്ഞാൽ ശരിയാവില്ല അല്ലേ? മലയാളത്തിൽ പറയുകയാണെങ്കിൽ എങ്ങനെ പറയാൻ പറ്റും? ഇപ്പോ എനിക്ക് പണത്തെ പറ്റി ആഴത്തില് ഒരു ഭയം ഉണ്ട്. എന്നിരുന്നാലും, അതാണ് വാക്ക്. എന്നിരുന്നാലും ഞാൻ എന്നെ പൂർണ്ണമായും ആഴത്തിലും അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു. ക്ലിയർ? ഓക്കെ ആണോ? യെസ്. ഓക്കെ, ഫൈൻ. നെക്സ്റ്റ് വരുന്നത് ഇതിന്റെ ഇന്റൻസിറ്റി ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മളെ തന്നെ ഒന്നും കൂടി ബോധ്യപ്പെടുത്തുകയാണ് ഈ കാര്യങ്ങളെ. അതായത് എനിക്ക് എന്തൊക്കെ രീതിയിൽ എന്നെ ഈ ഫിയർ ബാധിക്കുന്നുണ്ട്. ആൻഡ് അറ്റ് ലാസ്റ്റ് നമ്മളത് റിലീസ് ചെയ്യാണ്. കൺവേയിങ് ആൻഡ് റിലീസിങ്. അടുത്ത സ്റ്റേജിന്റെ പേരാണ് കൺവേയിങ് ആൻഡ് റിലീസിങ്. ഇതാണ് നമ്മുടെ കറക്റ്റ് ടാപ്പിംഗ് റൗണ്ട്. ഓക്കെ, സ്റ്റേറ്റ്മെന്റുകൾ പറഞ്ഞോട്ടെ. ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ പ്രോബ്ലം നമ്മളിപ്പോ പറഞ്ഞു അല്ലേ, നമുക്കൊരു ഫിയർ ഉണ്ട്. ഈ ഫിയർ എന്നെ എങ്ങനെയൊക്കെ ബാധിച്ചിട്ടുണ്ട്, അതാണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്. ബാധിച്ചു എന്ന് മാത്രമല്ല, അറ്റ് ലാസ്റ്റ് നമ്മൾ അതിന് റിലീസും കൂടി ചെയ്യും. അപ്പൊ എന്ത് ചെയ്യണം എന്ന് വിചാരിച്ചാ, പെന്ന് താഴെ വെക്കുക, എന്നിട്ട് എൻ്റെ കൂടെ ടാപ്പ് ചെയ്യാം. ഓക്കെ ഓക്കെ, ഫൈൻ. അതായത് ഒന്നും കൂടി ഞാൻ പോയിന്റ്സ് കാണിച്ചു തരാം. വി സ്റ്റാർട്ട് വിത്ത് ഐബ്രോസ്, then side of our eye, under our eye, under nose, under lip, collarbone, under armpit, top of the head, karate chop, and center of chest. Okay, ഈ സെന്റർ ഓഫ് ചെസ്റ്റിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് ഈ സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ജസ്റ്റ് ഫോളോ മൈ സ്റ്റേറ്റ്മെന്റ്. I know I feel fear about money. I fear not having enough money with me. I stuck financially. All time I feel this tension. It creates heaviness in my body.
heaviness in my mind, heaviness in my heart, and also it create burden on my shoulder. But now I release all my fear completely. I completely release my pain. Take few deep breath and just ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഒന്ന് ഓർക്കുക. എനിക്ക് മണി ഫിയർ ഉണ്ട് എന്ന് മാത്രമല്ല, ശരീരത്തിലും മനസ്സിലും ഹൃദയത്തിലും ഷോൾഡറിലും എനിക്കത് ഭാരമായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ബട്ട് നൗ ഐ റിലീസ് ദാറ്റ് കംപ്ലീറ്റ്ലി. ഓക്കെ, ജസ്റ്റ് ക്ലോസ് യുവർ ഐസ് ഫാസ്റ്റ്ലി. Okay, imagine there is a white light in front of you, and തുടർന്ന് നിങ്ങൾ എടുക്കുന്ന ഓരോ ഡീപ് ബ്രീത്തിലും ആ വൈറ്റ് ലൈറ്റ്, ആ ഒരു ക്ലെൻസിങ് എനർജി നിങ്ങളുടെ ശരീരത്തിലേക്ക് ഇൻഹേൽ ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കാം. ഓരോ ശ്വാസത്തിലും ആ ഒരു വൈറ്റ് ലൈറ്റ് നിങ്ങളുടെ ശരീരത്തിലേക്ക് എൻറ്റർ ചെയ്യുന്നതായും നിങ്ങളെ ഡീപ്പായിട്ട് ക്ലെൻസ് ചെയ്യുന്നതായിട്ടും ഫീൽ ചെയ്യാം. Take a deep breath and slowly exhale. Again, take a deep breath and slowly exhale. ജലം ഉപയോഗിച്ച് നിങ്ങളുടെ ശരീരം നിങ്ങൾ കഴുകി വൃത്തിയാക്കുന്നത് പോലെ ആ പ്രകാശത്തെ നിങ്ങളുടെ ശരീരത്തിനുള്ളിലൂടെ കടത്തിവിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ആൻഡ് മനസ്സിൽ പറയാ, ഐ റിലീസ് മൈ ഓൾ പെയിൻ, all fear, all tensions and worries about money. Now I feel so relaxed. നിങ്ങളുടെ ശരീരത്തിലൂടെ ആ ഒരു വൈറ്റ് ലൈറ്റ് പാസ് ചെയ്ത് പോകുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. And now you are so relaxed. And now gently open your eyes. ആൻഡ് ഞാനൊരു മാർക്കിംഗ് തരാം. അതായത് നിങ്ങൾ ഈ ഒരു കാര്യം സ്റ്റേറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് പെയിൻ ഫീൽ ചെയ്തത്, അല്ലെങ്കിൽ എന്താണോ നിങ്ങൾക്ക് ഡൗട്ട് ഫീൽ ചെയ്തത്, അതിൽ നിന്ന് എന്താണ് ഇപ്പോൾ നിങ്ങൾക്ക് ഡിഫറെന്റ് വന്നത്, അതൊന്ന് നിങ്ങൾ സ്കോർ ചെയ്യുക. അതായത് 0 മുതൽ 10 വരെ നമ്പേഴ്സ് തന്നാൽ നിങ്ങൾ ഇതിൽ നിങ്ങൾക്കിപ്പോ എന്താണ് റിലാക്സേഷൻ കിട്ടിയത് എന്നുള്ളത് മാർക്ക് ചെയ്യുക. അതായത് ഇതിൽ 10 എന്ന് പറയുന്നതാണ് ഏറ്റവും ഇന്റൻസിറ്റി ഉള്ള പെയിൻ, 0 എന്ന് പറയുന്നതാണ് ഏറ്റവും കാം ആയിട്ടുള്ള സിറ്റുവേഷൻ. നൗ നിങ്ങൾക്ക് ഏത് ഇന്റൻസിറ്റിയിലാണ്, എവിടെയാണ് പെയിൻ തോന്നുന്നത് എന്നുള്ളത് മാർക്ക് ചെയ്ത് വെക്കുക. 10 ആണ് ഏറ്റവും ഇന്റൻസിറ്റി ഉള്ളത്, 0 ആണ് ഏറ്റവും കാം ആയിട്ടുള്ളത്. നിങ്ങൾ എത്തിച്ചേരേണ്ടത് 0ലാണ്. സോ എവിടെയാണ് നിങ്ങൾക്ക് ഫിയർ ഉള്ളത് എന്നുള്ളത് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തോ? ഓക്കെ, നൗ നെക്സ്റ്റ് നമ്മൾ ടേൺ ചെയ്യാണ് അടുത്തൊരു റൗണ്ടിലേക്ക്. ഓക്കെ, ഈ സ്റ്റേറ്റ്മെന്റുകൾ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് മാത്രം പ്രിപ്പയർ ചെയ്ത് തരാൻ പറ്റുമോന്ന് നോക്കട്ടെ കേട്ടോ. ഓക്കെ, ഇപ്പൊ നിങ്ങൾ എഴുതിയെടുക്കുന്ന സമയത്ത് ഒത്തിരി ലേറ്റ് ആവില്ലേ? ഇപ്പൊ തന്നെ നമുക്ക് ടൈം കുറവാണുള്ളത്. ഓക്കെ, സോ നെക്സ്റ്റ് റൗണ്ട്. ഇപ്പൊ നമ്മൾ എന്താ ചെയ്തത്? നമ്മുടെ കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്തു, പതുക്കെ റിലീസ് ചെയ്തു, ഒരു ക്ലെൻസിങ്ങും ചെയ്തിട്ടുണ്ട്. നൗ ടാപ്പ് ഫോളോ ചെയ്യുക എൻ്റെ കൂടെ തന്നെ. Now also I feel little fear about money. Okay, but I know I am the one and only person who have the ability to handle this. ഈ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു വ്യക്തി ഞാനാണ്. And I can earn more and more. I choose
to trust this journey. I choose growth. And I also choose to expansion. I allow myself open. I welcome peace and light into my life. And center of the chest, now I open my heart and ready to receive all the abundance. Again repeat. Tap on your eyebrows. Now also I feel little fear, but I know I am the only one person have the ability to handle this. I can earn more and more. I choose to trust this journey. I choose growth. I choose expansion. I allow myself to open. I welcome peace and light into my life. Now I open my heart and ready to receive all the abundance. Now close your eyes. പെട്ടെന്ന് close ചെയ്യാം. And imagine there is a golden light in front of you. Just take some deep breath. ദീർഘമായി ശ്വാസം എടുക്കുക. Breathe in and breathe out. Again take a deep breath and breathe out. Now imagine there is a golden light in front of you. ആ ഒരു ഗോൾഡൻ ലൈറ്റിൽ നിന്നും ഒരു ഗോൾഡൻ നിറത്തിലുള്ള ഫെദർ, തൂവൽ നിങ്ങൾക്കായി ഗിഫ്റ്റായി ലഭിക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്യാം. പതുക്കെ നിങ്ങളുടെ വലത് കരം നീട്ടി ആ തൂവലിനെ നിങ്ങളുടെ കൈകളിലേക്ക് സ്വീകരിക്കാനായിട്ട് ശ്രമിക്കാം. ഗോൾഡൻ നിറത്തില് ബ്രൈറ്റ് ആയിരിക്കുന്ന ആ ഒരു ഫെദറിനെ നിങ്ങളുടെ കൈകളിലേക്ക് സ്വീകരിക്കുക. ആൻഡ് ജസ്റ്റ് അതിലേക്കൊന്ന് നോക്കുക. ആൻഡ് നൗ നിങ്ങളുടെ ആ കൈ പതുക്കെ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കുക. ആൻഡ് ആ ഒരു ഫെദറിന് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങാനായിട്ട് അനുവദിക്കാം. ആൻഡ് ഫീൽ ദാറ്റ് ഗോൾഡൻ ലൈറ്റ് ഇൻസൈഡ് യു. നിങ്ങളുടെ ശരീരത്തിലെ ഓരോ സെൽസിലേക്കും ഓരോ മെറിഡിയൻ പോയിന്റ്സിലേക്കും ഓരോ നാഡികളിലേക്കും ആ പ്രകാശം വ്യാപിക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക. The golden light or the golden feather is the symbol of abundance or the symbol of wealth. And now that is inside you. So feel that feather. Everything that you need is already inside you. Everything that you want is already exist. So ജസ്റ്റ് നിങ്ങളുടെ ശരീരത്തിൽ ആ ഒരു ഗോൾഡൻ ലൈറ്റ് സ്പ്രെഡ് ആകുന്നത് ഫീൽ ചെയ്യുക. ആൻഡ് മനസ്സിൽ റിപ്പീറ്റ് ചെയ്യുക, ഐ എം ഓപ്പൺ ആൻഡ് റെഡി ടു റിസീവ് ഓൾ ദ അബണ്ടൻസ്. താങ്ക് യു സോ മച്ച്. ഓപ്പൺ യുവർ ഐസ്. ആൻഡ് നൗ നിങ്ങൾ അവിടെ ഒരു ഇന്റൻസിറ്റി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ? ഓർക്കുന്നുണ്ടോ? അതില് ഇപ്പൊ നിങ്ങൾക്ക് എവിടെയാണ് നിങ്ങളുടെ ഫിയർ എന്നുള്ളത് ഒന്ന് മാർക്ക് ചെയ്തേ. മാർക്ക് ചെയ്തോ? എനി ചേഞ്ച്, എന്തെങ്കിലും ചേഞ്ചസ് ഫീൽ ചെയ്തോ? ഫീൽ ചെയ്തല്ലേ? ഓക്കെ. ആൻഡ് നെക്സ്റ്റ്, ദ ലാസ്റ്റ് റൗണ്ട്, ലാസ്റ്റ് ആൻഡ് ഫൈനൽ റൗണ്ട്, ഇറ്റ്സ് സറണ്ടറിങ്.
നമ്മൾ ആദ്യം നമ്മുടെ പ്രോബ്ലം കണ്ടുപിടിച്ചു, എല്ലാ കാര്യങ്ങളും ചെയ്തു. ഇനി ബാക്കിയുള്ളത് സറണ്ടറിങ് ആണ്. ഓക്കെ, നമ്മൾ അബണ്ടൻസിനെ വെൽക്കം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇറ്റ്സ് ഓൾറെഡി ഇൻസൈഡ് അസ്, റൈറ്റ്? ഇനി നമ്മൾ സറണ്ടർ ചെയ്യാണ് വേണ്ടത്. സോ ദ സറണ്ടറിങ് സ്റ്റേറ്റ്മെന്റ്. സ്റ്റാർട്ട് വിത്ത് മീ. I feel safe inside me right now. I surrender completely to my higher consciousness. I choose to trust highest wisdom. I allow myself for growth and expansion. I welcome prosperity. I open myself completely. I feel I am worthy and abundant. Now I connected with higher consciousness. And thank you, I love you. Again repeat. Now എൻ്റെ ഉള്ളിൽ ഞാൻ ഏറ്റവും സേഫായി എനിക്ക് ഫീൽ ചെയ്യുന്നു. ആ ഒരു ഹയർ കോൺഷ്യസ്നെസ്സിൽ ഞാൻ പൂർണ്ണമായിട്ടും സറണ്ടർ ചെയ്യുന്നു. ആ ഒരു ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള ആ ഒരു വിസ്ഡം, ജ്ഞാനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. And I allow growth and expansion. എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ ഐശ്വര്യത്തെ സ്വാഗതം ചെയ്യുന്നു. I welcome prosperity. And I open completely. Now I feel worthy of abundance. And now I connected with higher consciousness. Thank you, I love you. And take a deep breath and breathe out. Okay, open your eyes. How you feel? എന്തെങ്കിലും ഒരു ചേഞ്ച് തോന്നിയോ? കുറച്ച് ഫാസ്റ്റ് ആയതുകൊണ്ട് തോന്നിയല്ലേ? Yes. എന്താണ് നിങ്ങൾ ഫീൽ ചെയ്തത് എന്നുള്ളത് ഒന്ന് ഓപ്പൺ ചെയ്ത് പറയാവോ? കണക്ഷൻ കിട്ടിയോ? എന്തെങ്കിലും മനസ്സിലായോ? എന്താണ് എന്നുള്ളത് ഒന്ന് ഓപ്പൺ ചെയ്ത് പറയാവോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫിയർ കുറഞ്ഞ പോലെ തോന്നുന്നുണ്ട് അല്ലേ? അപ്പൊ ഒരു തവണ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് കുറച്ച് റിലാക്സേഷൻ തോന്നി. വീണ്ടും വീണ്ടും നമ്മളത് ചെയ്യണം. വീണ്ടും വീണ്ടും ചെയ്യുന്ന സമയത്ത് ഒത്തിരി റിലാക്സേഷൻ കിട്ടും. എന്ന് മാത്രമല്ല നിങ്ങളുടെ എന്തൊക്കെ ഫിയർ ഉണ്ടോ, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് റിമൂവ് ചെയ്യണോ, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ആഡ് ചെയ്യണോ, അത് കൃത്യമായി കഴിഞ്ഞു. ഓക്കെ, അപ്പോ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും പ്രശ്നം കണ്ടുപിടിക്കാനാണ് ആദ്യത്തെ കാര്യം. പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്യുക. നമ്മള് ലൈഫിൽ നമ്മളെ സ്റ്റക്കാക്കി നിൽക്കുന്ന എന്തെങ്കിലും കാര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ, സ്റ്റക്കായി തോന്നുന്നുണ്ടെങ്കിൽ, അതിപ്പോ ഏത് മേഖലകളിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റക്ക് ആയതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, there is a hidden blockage behind that. അത് കാരണം ബ്ലോക്കായ ഒരു ചക്രയും നിങ്ങൾക്കുള്ളിൽ ഉണ്ടാവും. സോ അത് ഫൈൻഡ് ഔട്ട് ചെയ്ത് അവിടെ നിങ്ങൾ കറക്ഷൻസ് വരുത്തുകയാണെങ്കിൽ, EFT ഉപയോഗിച്ച് കൃത്യമായി നിങ്ങളുടെ ബ്ലോക്കേജസിനെ റിമൂവ് ചെയ്യുകയാണെങ്കിൽ, then you can easily ആ ഒരു ടാർഗറ്റ് പോയിന്റിൽ എത്താനായിട്ട് സാധിക്കും. ആൻഡ് ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അതിന് കഴിയട്ടെ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. നല്ലൊരു ഹാപ്പി ആയിട്ടുള്ള, ഹെൽത്തി ആയിട്ടുള്ള, പ്രോസ്പെരിറ്റി നിറഞ്ഞിട്ടുള്ള, അബണ്ടന്റ് ആയിട്ടുള്ള ഞാൻ പറയും, ആശംസിക്കുകയും ചെയ്യുകയാണ്. താങ്ക് യു. ഇത്രയും സമയം ക്ഷമയോടെ കേട്ടിരുന്നതിന് ഒത്തിരി നന്ദി, ഒത്തിരി സ്നേഹം അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. Thank you, ma'am. Thank you, ma'am. Thank you.
Thank Good you. night. Thank you, ma'am. Good night. നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു സർ. Good night, ma'am. ഗുഡ് നൈറ്റ്. താങ്ക് യു.